സത്യനും പ്രതിഭ ഇങ്ങെത്തിയല്ലോ. എന്താ സത്യ, എന്റെ ദേഷ്യമൊക്കെ മാറിയോ? എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. എന്റെ പ്രതിഷേധം ഞാൻ അറിയിക്കും. അതെപ്പോഴായാലും ഏത് കാര്യത്തിലായാലും. ഞാൻ വിളിച്ചപ്പോൾ നീ വരാൻ കൂട്ടാക്കിയില്ലെങ്കിലും നിന്റെ ഭർത്താവിനെയും കൂട്ടി നീ ഇന്ന് തന്നെ ഇങ്ങനെ വന്നല്ലോ, അത് നല്ല കാര്യം. ചെല്ല്. ഇന്ന് രാത്രി രണ്ടാളും സുഖമായിട്ട് കിടന്നുറങ്ങി നാളെ മുതൽ ഈ വീടുമായിട്ട് നല്ല രീതിയിൽ ചേർന്ന് പോകാൻ നോക്ക്. അതാ എല്ലാവർക്കും നല്ലത്. മനസ്സിലാവുന്നുണ്ടോ? ആ, മനസ്സിലാവുന്നുണ്ടമ്മ. ചെല്ല്. ചെല്ലടാ, കഴിഞ്ഞൊക്കെ പോട്ടെ. നീ ഇന്ന് റെസ്റ്റ് എടുക്ക്. ചെല്ല്. 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 ഇനി മുതൽ നീ ഇവിടെയാണ് കിടക്കുന്നതെങ്കിൽ ഞാൻ മാറി തന്നേക്കാം. അയ്യോ രവിയേട്ട, അതിന്റെ ആവശ്യമില്ല. രവിയേട്ടന് ഞാനിവിടെ കിടക്കുന്നത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പുറത്തെ മുറിയിലേക്ക് പൊക്കോളാം. ആ, കുറച്ചു നാളായി 2 മുറികളിലും 2 വീടുകളിലൊക്കെ ആയിട്ടാണല്ലോ നമ്മൾ കിടക്കുന്നത്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ഗർഭിണിയായി എനിക്ക് രവിയേട്ടൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ചതുകൊണ്ടല്ലേ. ലോകത്തിൽ ഏതെങ്കിലും ഒരു ഭാര്യ സഹിക്കുന്ന കാര്യമാണോ അത്? അതും 2 പേരും ഒരേ വീട്ടിൽ കഴിയുമ്പോൾ.